ഇന്ന് നമ്മൾക്ക് നല്ല വെറൈറ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേനയും ചീരയും കൊണ്ട് ഒരു തോരൻ കണ്ടാലോ. ഇത് നല്ല ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഈസിയും ടേസ്റ്റിയാണ്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം നമ്മൾ അതിന് വേണ്ടി കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ചീര നന്നായിട്ട് വാഷ് ചെയ്ത് അതൊന്ന് ചെറിയതാക്കി നമ്മൾ നോർമലി ചീരത്തോരൻ വെക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ചേനയാണ് എടുത്തിരിക്കുന്നത്. ചേന നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഇത്രയും പീസസ് ആണ് ഇതിൽ എടുത്തിട്ടിരിക്കുന്നത്. അത് നമ്മളൊന്ന് ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ഈ ചേനയ്ക്ക് കുറച്ചുകൂടെ കുക്കിംഗ് ടൈം കൂടുതൽ വേണമല്ലോ ചീരയെക്കാട്ടിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ആദ്യം ഒന്ന് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇത്ര മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു ചീര ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ചീര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചീര കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി ഓപ്ഷണലാണ്, കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ നമ്മൾ ഓൾറെഡി ചേനയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ചീര പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. അതുകൊണ്ടൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാവുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കിയാലോ. അതിന് നമ്മൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങ വേണ്ട എന്നുള്ളവരാണെങ്കിൽ വേണ്ട, ചേന ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഞാനൊരു 3 പീസ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്. അതല്ല അതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പച്ചമുളക്, കാന്താരി മുളകൊക്കെ സ്പൈസസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 3 പീസ് വറ്റൽമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതുകൂടി ഒന്ന് ചതച്ചെടുത്തു. നമ്മൾ ഈ ഒരു രീതിയിൽ ആക്കി അതിൻ്റെ നടുക്കേക്കിട്ട്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചേനയുണ്ടല്ലോ, ചേന ഇപ്പം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കൂട്ടിലേക്ക് ചേന കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്നുകൂടെ ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി എല്ലാം കുക്കായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുക്കിംഗ് ടൈം ഒന്നും വേണ്ടി വരില്ല. ആ തേങ്ങയുടെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ചെറിയൊരു പച്ചമണം ഒന്ന് മാറുന്ന അത്രയും ടൈം മതി. അതൊന്ന് അടച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അതൊന്ന് കുക്കായതിന് ശേഷം നിങ്ങളൊന്ന് തുറന്ന് വെച്ച് ഇതുപോലെ വെള്ളം ഒന്ന് വറ്റിച്ച് ഒന്ന് എടുക്കുക. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അത് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.